Today we are going to discuss about matched filter. Matched filter ആണ് ഇന്നത്തെ topic. So a matched filter is a linear filter. Matched filter എന്ന് പറഞ്ഞാൽ ഒരു linear filter ആണ്. And it is designed to provide maximum signal to noise power ratio at the output. അതായത് നമ്മളിപ്പോൾ ഒരു സിമ്പിൾ വേവ് ഫോം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് റിസീവറിൽ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴാണ് ഒരു മാക്സിമം സിഗ്നൽ ടു നോയ്സ് റേഷ്യോ പവർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളൊരു ലീനിയർ ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഇവിടെ ഈ ഒരു ഫിഗറിൽ കാണുവാണെങ്കിൽ ഒരു ഇമ്പൾസ് റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ഫിൽറ്റർ കാണാം. ഇവിടെ ഒരു ഫിൽറ്റർ കാണാം. ഇമ്പൾസ് റെസ്പോൺസ് H(t) എന്നിട്ട് ലീനിയർ ഫിൽറ്റർ ആണ്. സോ ഈ ലീനിയർ ഫിൽറ്റർ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ ഈ റിസീവറിൽ, അതായത് ഇപ്പൊ നമ്മളൊരു സിമ്പിൾ വേവ് ഫോം ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവറിൽ അത് എത്തുന്ന സമയത്ത് റിസീവറിന്റെ ഔട്ട്പുട്ടിൽ മാക്സിമം സിഗ്നൽ ടു നോയ്സ് പവർ റേഷ്യോ ഒബ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ മാച്ച്ഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു ലീനിയർ ഫിൽറ്റർ ആണ്. ഈ ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റർ തന്നെയാണ് ഈ ഒരു ലീനിയർ ഫിൽറ്റർ ആണ്. സോ ആ ഫിൽറ്ററിനെ നമ്മൾ മാച്ച്ഡ് ഫിൽറ്റർ ആക്കി മാറ്റുന്നതാണ്. സോ എ മാച്ച്ഡ് ഫിൽറ്റർ ഈസ് എ ലീനിയർ ഫിൽറ്റർ and it is designed to provide maximum signal to noise ratio power at its output for a given transmitted symbol waveform. So ഈ മാച്ച്ഡ് ഫിൽറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ട ഒരു ആൻസർ ഇതാണ്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, മാക്സിമം സിഗ്നൽ ടു നോയ്സ് റേഷ്യോ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ലീനിയർ ഫിൽറ്ററിനെ ഒരു മാച്ച്ഡ് ഫിൽറ്ററിലേക്ക് ഡിസൈൻ ചെയ്തത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എ മാച്ച്ഡ് ഫിൽറ്റർ ഇസ് എ ലീനിയർ ഫിൽറ്റർ ഡിസൈൻഡ് ടു പ്രൊവൈഡ് മാക്സിമം സിഗ്നൽ ടു നോയ്സ് പവർ റേഷ്യോ. അപ്പോൾ മാച്ച്ഡ് ഫിൽറ്റർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, മാക്സിമം സിഗ്നൽ ടു നോയ്സ് പവർ റേഷ്യോ ഔട്ട്പുട്ടിൽ മാക്സിമം സിഗ്നൽ ടു നോയ്സ് പവർ റേഷ്യോ പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ്സ് ഔട്ട്പുട്ട് ഫോർ എ ഗിവൺ ട്രാൻസ്മിറ്റഡ് സിമ്പിൾ വേവ് ഫോം. സോ ഇവിടെ ഒരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ട് X(t), ഇൻപുട്ട് സിഗ്നൽ വിച്ച് ഇസ് നോൺ X(t) ഉണ്ട്. അത് നമ്മളൊരു ചാനലിലൂടെ സെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ചാനൽ അഡിറ്റീവ് ആയിട്ട് ഗോസിൻ നോയ്സ് ചാനലാണ്. സോ ഒരു വൈറ്റ് നോയ്സ് W(t) get added up. വൈറ്റ് നോയ്സ് ഗെറ്റ് ആഡഡ് അപ്പ്. പിന്നെ അതൊരു ഇമ്പൾസ്, ഒരു ലീനിയർ ഫിൽറ്റർ അവിടെ ഉണ്ട് വിത്ത് ഇമ്പൾസ് റെസ്പോൺസ് H(t). ഒരു ലീനിയർ ഫിൽറ്റർ ഉണ്ട് വിത്ത് ഇമ്പൾസ് റെസ്പോൺസ് H(t). സോ ഈ X(t) പ്ലസ് ഈ W(t), അതായത് വൈറ്റ് നോയ്സും ഈ ഇൻപുട്ട് സിഗ്നലും കൂടി നമുക്ക് R(t) എന്ന് പറയാം. ഈ R(t) ആണ് ഇമ്പൾസ് റെസ്പോൺസിലെ ലീനിയർ ഫിൽറ്ററിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഔട്ട്പുട്ട് ഓഫ് ദിസ് ലീനിയർ ഫിൽറ്റർ, ഈ ഇമ്പൾസ് റെസ്പോൺസ് H(t) അല്ലെങ്കിൽ ഈ ലീനിയർ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് Y(t) ആണ്. Output of this linear filter is Y(t), and this Y(t) is sampled at t equal to t. Small t equal to t ൽ സാമ്പിൾ ചെയ്തിട്ടുണ്ട്. സോ അത് തന്നെ നെക്സ്റ്റ് എക്സ്പ്ലനേഷൻ പറയുന്നത്, കൺസിഡർ എ ലീനിയർ ഫിൽറ്റർ ഓഫ് ഇമ്പൾസ് റെസ്പോൺസ് H(t). സോ നമ്മളിവിടെ ഒരു ലീനിയർ ഫിൽറ്റർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇമ്പൾസ് റെസ്പോൺസ് H(t) ആണ്. ആൻഡ് വിത്ത് എൻ ഇൻപുട്ട് കൺസിസ്റ്റിംഗ് ഓഫ് നോൺ സിഗ്നൽ X(t). അതിൽ വരുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു നോൺ സിഗ്നൽ X(t) ഉണ്ട്. അതേപോലെ തന്നെ ഒരു എഡിറ്റീവ് നോയ്സും കൂടി ഉണ്ട്. എഡിറ്റീവ് നോയ്സ് കോമ്പോണന്റ് W(t) എന്ന് പറഞ്ഞ നോയ്സ് കോമ്പോണന്റും കൂടി ഉണ്ട്. സോ ഈ ഒരു ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ട് X(t), അതായത് നമ്മൾ സിമ്പിൾ വേവ് ഫോം ഉണ്ട്. അത് നമ്മൾ ചാനലിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം വൈറ്റ് നോയ്സ് കൂടി ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. അതാണ് R(t). ദാറ്റ് ഈസ് X(t) പ്ലസ് W(t) ആണ് R(t). ഈ R(t) ആണ് നമ്മൾ ഈ ലീനിയർ ഫിൽറ്ററിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഇവിടെ ഈ R(t) ആണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് വരുന്നത്, ഇമ്പൾസ് റെസ്പോൺസിന്റെ മീൻസ് ലീനിയർ ഫിൽറ്ററിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഈ ലീനിയർ ഫിൽറ്ററിന് ഇമ്പൾസ് റെസ്പോൺസ് ഉണ്ട്, H(t) ആണ് അതിന്റെ ഇമ്പൾസ് റെസ്പോൺസ്. ഈ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ Y(t) ആണ്. അത് നമ്മൾ സാമ്പിൾ ചെയ്യുന്നുണ്ട് at t equal to t. സോ ഇവിടെ നമുക്ക് കാണാം റിസീവ്ഡ് സിഗ്നൽ എന്ന് പറയുന്നത്, അതായത് ഇമ്പൾസ് റെസ്പോൺസ് അല്ലെങ്കിൽ ലീനിയർ ഫിൽറ്ററിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നത് അത് X(t) എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് R(t) ആണ്. സോ റിസീവ്ഡ് സിഗ്നൽ R(t) എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വൽ ടു X(t) പ്ലസ് W(t) ഇൻ ദ ഇന്റർവൽ 0 to t. അതായത് സിമ്പിളിന്റെ ഡ്യൂറേഷൻ ആണ് പറയുന്നത്. 0 to t ഡ്യൂറേഷനിൽ ഈ റിസീവ്ഡ് സിഗ്നൽ R(t) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X(t) പ്ലസ് W(t) ആണ്. അതായത് ഈ നോൺ സിഗ്നൽ നോയ്സ് പ്ലസ് W(t) ആണ് റിസീവ്ഡ് സിഗ്നൽ R(t). ഇവിടെ W(t) എന്ന് പറയുന്നത് ഇറ്റ്സ് എ സാമ്പിൾ ഫംഗ്ഷൻ ഓഫ് വൈറ്റ് ഗോസിൻ നോയ്സ് പ്രോസസ്. നമ്മൾ മുന്നേ പറഞ്ഞത് തന്നെ ഈ W(t) എന്ന് പറഞ്ഞാൽ വൈറ്റ് ഗോസിൻ നോയ്സ് പ്രോസസ് ആണ്. അതിന്റെ മീൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. മീനും അതേപോലെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി, നോയ്സിന്റെ മീനും അതേപോലെ തന്നെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ മീൻ വരുന്നത് 0 ആയിരുന്നു. അതേപോലെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി N0/2 ആയിരുന്നു. EST എന്ന് പറയുന്നത് N0/2
2 ആയിരുന്നു. സോ ഈ W of t എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സാമ്പിൾ ഫംഗ്ഷൻ ഓഫ് വൈറ്റ് ഗോസ് ഇൻ നോയ്സ് പ്രോസസ്. ഈ വൈറ്റ് ഗോസ് ഇൻ നോയ്സ് പ്രോസസിന്റെ മീൻ എന്ന് പറഞ്ഞാൽ 0 ആണ് ആൻഡ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് n0/2 ആണ്. ആൻഡ് ഔട്ട്പുട്ട് y of t നമുക്ക് എങ്ങനെ എഴുതാം? ഔട്ട്പുട്ട് y of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് x0 of t plus n of t. ഈ y of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x0 of t plus n of t ആണ്. ആൻഡ് സിൻസ് ദ ഫിൽട്ടർ ഇസ് എ ലീനിയർ where x0 of t ഉം n of t are produced by the signal and the noise component of input r of t. r of t ആണ് ഈ ലീനിയർ ഫിൽറ്ററിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. സോ ഈ x0 of t ഉം n of t ഈ x0 of t ഉം n of t ഉം ഇത് these are produced by this signal and the noise component. These are produced by the signal and the noise component. അതായത് സിഗ്നൽ ഈ ആർ ഓഫ് ടിയിൽ 2 കോമ്പോണന്റ് ഉണ്ട്. സിഗ്നൽ കോമ്പോണന്റും ഉണ്ട്, അതേപോലെ തന്നെ നോയ്സ് കോമ്പോണന്റും ഉണ്ട് ഇല്ലേ? ആർ ഓഫ് ടിയിൽ 2 കോമ്പോണന്റ് ഉണ്ട്, സിഗ്നൽ കോമ്പോണന്റ് ഉണ്ട്, നോയ്സ് കോമ്പോണന്റ്. സോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ x0 of t n of t. x0 of t n of t are produced by the signal and noise component in the signal r of t. സോ നമ്മളിപ്പം ഈ പറഞ്ഞ ടേംസ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. y of t എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു, അതേപോലെ r of t എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു, x of t, w of t ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആണ്. സോ മാസ്റ്റ് ഫിൽറ്ററിന്റെ പേർപ്പസ് തന്നെ മാക്സിമം സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഒബ്റ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. മാക്സിമം സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഔട്ട്പുട്ടിൽ ഒബ്റ്റെയിൻ ചെയ്യാന്നുള്ളതാണ് മാസ്റ്റ് ഫിൽറ്ററിന്റെ പേർപ്പസ്. സോ നമ്മൾ ഈ ഇക്വേഷൻ ആണ് കാണാൻ പോകുന്നത്, സിഗ്നൽ ടു നോയ്സ് റേഷ്യോന്റെ എക്സ്പ്രഷൻ. സിഗ്നൽ ടു നോയ്സ് റേഷ്യോന്റെ എക്സ്പ്രഷൻ. സോ അതായത് ഔട്ട്പുട്ട് സൈഡിലുള്ള, അതായത് റിസീവർ ഔട്ട്പുട്ടിലുള്ള സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് കാണുമ്പോൾ നമുക്ക് ഇവിടെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇവിടെ 0 അല്ലെങ്കിൽ O എന്ന് കാണാം. ദാറ്റ് ഇസ് ഔട്ട്പുട്ട് സൈഡ് ആണ്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോയുടെ ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? മോഡ് ഓഫ് x0 of t the whole square divided by expectation of n square t. അതായത് സിഗ്നൽ x0 of t എന്ന് പറയുമ്പോൾ എന്താ? സിഗ്നൽ കോമ്പോണന്റ് അല്ലേ. n of t എന്ന് പറയുമ്പോൾ നോയ്സ് കോമ്പോണന്റ്. സോ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്ന സിഗ്നൽ ഡിവൈഡഡ് ബൈ നോയ്സ് കോമ്പോണന്റ് ആണ്. സോ ഇവിടെ നമ്മൾ എടുക്കുന്നത് നോയ്സ് കോമ്പോണന്റ് x0 of t ആണ് നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം y of t ന്റെ അകത്ത് നോയ്സ് കോമ്പോണന്റ് എന്താ? x of t plus x of t. y of t ന്റെ എക്സ്പ്രഷൻ എന്താ? x of t plus n of t. ഇതിൽ x of t ആണ് നമ്മുടെ സിഗ്നൽ കോമ്പോണന്റ്, n of t ആണ് നമ്മുടെ നോയ്സ് കോമ്പോണന്റ്. സോ സിഗ്നൽ ടു നോയ്സ് റേഷ്യോയുടെ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ എന്താ നമ്മൾ എടുക്കുക? അതായത് x0 of t എന്ന് ഉദ്ദേശിക്കുന്നത് xo of t, അല്ലെങ്കിൽ ഔട്ട്പുട്ടിലുള്ള സിഗ്നൽ കോമ്പോണന്റ് x0 of t എന്ന് എടുക്കുക, അല്ലെങ്കിൽ xo of t എന്നും പറയാം. സോ x0 of t the whole square mod of x0 of t the whole square divided by expectation of n square of t നമുക്കാണ്. ഇതാണ് എക്സ്പ്രഷൻ. ഇതാണ് നമ്മുടെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോന്റെ expression at the output. So we need to find the impulse response h of t of the filter. നമുക്ക് എന്താ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് ആണ് കാണേണ്ടത്. അതായത് ഈ ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഈ ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസ് ആണ് ഈ പറഞ്ഞ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഔട്ട്പുട്ടിനെ മാക്സിമൈസ് ചെയ്യുന്നത്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോനെ മാക്സിമൈസ് ചെയ്യുന്നത് ഈ ഇമ്പൾസ് റെസ്പോൺസ് ആണ്. സോ ബേസിക്കലി നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഇമ്പൾസ് റെസ്പോൺസ് ആണ്. ഇമ്പൾസ് റെസ്പോൺസ് ഈ പറഞ്ഞ സിഗ്നലുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നാണ് നമുക്ക്, ഇൻപുട്ടുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇമ്പൾസ് റെസ്പോൺസിന്റെ മാച്ചിങ് ആണ് നമ്മളിപ്പോൾ ബേസിക്കലി പറയാൻ പോകുന്നത്. സോ അതായത് ലീനിയർ ഫിൽറ്ററിന്റെ അകത്തുള്ള ഇമ്പൾസ് റെസ്പോൺസ് h of t, അതിനെയാണ് ഇനി അടുത്തുള്ള ഡെറിവേഷനിലേക്ക് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വി നീഡ് ടു ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് h of t. Impulse response h of t of the filter. ഈ ഇമ്പൾസ് റെസ്പോൺസ് ദാറ്റ് മാക്സിമൈസസ് ദ ഔട്ട്പുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. നമുക്ക് ബേസിക്കലി റിസീവർ സൈഡിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് സൈഡിൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറയുന്നത് കൂടുതലാണ് വേണ്ടത് അല്ലേ? നോയ്സ് കോമ്പോണന്റ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കുറവ് എന്ന് പറയുമ്പോൾ എന്താ? അവിടെ എപ്പോഴാണ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കുറവാകുന്നത്? S/N എപ്പോഴാണ് കുറവാകുന്നത്? നോയ്സ് കോമ്പോണന്റ് കൂടുമ്പോഴാണ് S/N കുറവാകുന്നത്. ആൻഡ് സിഗ്നൽ കോമ്പോണന്റ് കൂടുമ്പോൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇൻക്രീസ് ചെയ്യും. സോ നമുക്ക് എപ്പോഴും വേണ്ടത് നോയ്സ് കോമ്പോണന്റ് കുറവും സിഗ്നൽ കോമ്പോണന്റ് കൂടുതലാണ് വേണ്ടത്. സോ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എപ്പോൾ മാക്സിമൈസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തത്. അതായത് ടു ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് h of t ഓഫ് ദി ഫിൽട്ടർ. ആ ഇമ്പൾസ് റെസ്പോൺസ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ആ ഇമ്പൾസ് റെസ്പോൺസ് ആണ് ഈ പറഞ്ഞ സിഗ്നൽ ടു നോയ്സ് റേഷ്യോനെ മാക്സിമൈസ് ചെയ്യുന്നത്. സോ x0 of t എന്താ? ഇറ്റ്സ് ഔട്ട്പുട്ട് സിഗ്നൽ. നമുക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട് x0 of t എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സിഗ്നൽ ആണ് ആൻഡ് x of t എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നൽ ആണ്. x of t is the input signal. So x0 f എന്താ നമുക്ക് എങ്ങനെ എഴുതാം?
x0 of f എന്ന് പറയുന്നത് x of f into h of f അല്ലേ? അതായത് എക്സ് ഓഫ് ടീന്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുവാണെങ്കിൽ എന്താ നമുക്ക് എഴുതാം? എക്സ് ഓഫ് ടീന്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുത്തതിന് എക്സ് ഓഫ് എഫ് എഴുതാം. സോ നമുക്ക് ഈ x0 of t എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? നമ്മൾ ഔട്ട്പുട്ട് സിഗ്നൽ ആണ്. സോ ഔട്ട്പുട്ട് സിഗ്നൽ എന്തൊക്കെ കോമ്പിനേഷൻസാ? ഇമ്പൾസ് റെസ്പോൺസിന്റെയും അതേപോലെ ഇൻപുട്ട് സിഗ്നലിന്റെയും ഒരു കോമ്പിനേഷൻ അല്ല ഔട്ട്പുട്ട് സിഗ്നൽ. സോ അത് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന ഔട്ട്പുട്ട് സിഗ്നൽ x0 f എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എഫ് ഇൻറ്റു എച്ച് ഓഫ് എഫ്. അതിൽ എക്സ് ഓഫ് എഫ് നമ്മളെ ഇൻപുട്ട്, അതായത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദിസ് ഇൻപുട്ട് സിഗ്നൽ ആണ്. ആൻഡ് എച്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. നമ്മൾ ഈ ഫിഗറിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ എക്സ് ഓഫ് ടി ഇൻറ്റു എച്ച് ഓഫ് ടി അതല്ലേ x0 of t എന്ന് പറയുന്നത്. സോ അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുത്തേ ഉള്ളൂ. x0 of f എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എഫ് ഇൻറ്റു എച്ച് ഓഫ് എഫ്. സോ നമുക്കറിയാം ഇവിടെ x0 of t എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് x0 of f ആണ്. അത് ബേസിക്കലി അറിയുന്ന ഒരു ഫോർമുല തന്നെയാണ്. x0 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് x0 of f ആണ്. സോ x0 of f-ന്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ അറിയാം. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ വരിക? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x0 of f ഇൻറ്റു ഇ റേസ് ടു j 2π ft df. ഇതാണ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുന്നത്. സോ x0 of f-ന്റെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്, നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. x0 of f എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഓഫ് എഫ് ഇൻറ്റു എച്ച് ഓഫ് എഫ്. സോ അതിവിടെ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദറ്റ് ഈസ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എഫ് എച്ച് ഓഫ് എഫ് ഇ റേസ് ടു j 2π ft df നമ്മളിവിടെ എഴുതി. സോ ഇത് സിൻസ് ദ ഫിൽട്ടർ ഔട്ട്പുട്ട് ഈസ് സാമ്പിൾഡ് അറ്റ് t equal to t, നമ്മളിവിടെ കാണുന്നുണ്ട്. നമ്മൾ ഈ ഫിൽട്ടർ ഔട്ട്പുട്ട് നമ്മൾ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് സാമ്പിൾ ചെയ്യുന്നുണ്ട്. y of t ആണല്ലോ നമ്മുടെ ഫിൽട്ടർ ഔട്ട്പുട്ട്. അത് നമ്മൾ സാമ്പിൾ ചെയ്യുന്നുണ്ട് at t equal to t. സോ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷനിൽ, അതായത് ഇപ്പൊ ഈ x0 of t-ന്റെ അകത്ത് ഈ സ്മോൾ t വിച്ച് അതിന് നമ്മൾ സാമ്പിൾ ചെയ്യുന്നത് at t equal to t ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്മോൾ t-നെ t വെച്ച് റീപ്ലേസ് ചെയ്യും. സോ എന്താണ് ഇക്വേഷൻ? എന്താ പറയുക? x0 of t equal to capital T equal to some integral minus infinity to infinity x of f h of f e raised to j 2π. Small t will get replaced by capital T. So ft df. So signal to noise അല്ലെങ്കിൽ SNF അല്ലെങ്കിൽ signal to power spectral density of output noise, അത് നമുക്ക് SNF വെച്ച് ഡിനോട്ട് ചെയ്യുന്നതാണ്. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് ഔട്ട്പുട്ട് നോയ്സ് SNF വെച്ച് ഡിനോട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് SNF-നെ എഴുതുന്ന ഫോർമുല വെച്ചാൽ SNF is equal to n0/2 into mod hf whole square. mod hf square ആണ് ഈ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് ഔട്ട്പുട്ട് നോയ്സ്. സോ ആവറേജ് ഔട്ട്പുട്ട് നോയ്സ് പവർ നമുക്ക് എങ്ങനെ എഴുതാം? ആവറേജ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ മീൻ ഓഫ് നോയ്സ് പവർ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് ദിസ് n square of t എന്ന് പറഞ്ഞിട്ട് എഴുതാം. എക്സ്പെക്ടേഷൻ ഓഫ് n square of t എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോ എക്സ്പെക്ടേഷൻ ഓഫ് n square t എന്താണ്? ഇന്റഗ്രൽ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് എന്താ? ഔട്ട്പുട്ട് നോയ്സ് ആണ്. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് ഔട്ട്പുട്ട് നോയ്സ് ആണ് ഈ എക്സ്പെക്ടേഷൻ ഓഫ് n square t എന്നുള്ളത്. സോ ഈ SN of f അല്ലെങ്കിൽ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താ? n0/2 ഇൻറ്റു mod hf സ്ക്വയർ എന്നുള്ളതാണ്. സോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ നമുക്ക് എന്തൊക്കെ കിട്ടി? നമുക്ക് ഈ പറഞ്ഞ x0 of t-യും കിട്ടി, അതേപോലെ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് n square of t-യും കൂടി കിട്ടി. സോ ഈ x0 of t-യും കിട്ടി, എക്സ്പെക്ടേഷൻ ഓഫ് n square of t-യും കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം? നമ്മൾ എന്തായിരുന്നു ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോയിലെ കിട്ടേണ്ടത്. സോ ഇതിന്റെ ന്യൂമറേറ്റഡ് ടേം x0 of t-ന്റെ വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഡിനോമിനേറ്റഡ് ടേം എക്സ്പെക്ടേഷൻ ഓഫ് n square of t-ന്റെ വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി എന്താ വേണ്ടേ? ഇനി ആ ഇക്വേഷൻ നമുക്ക് ഈ ഡിറൈവ് ചെയ്ത് വെച്ച ഇക്വേഷൻ ഈ പറഞ്ഞ സിഗ്നൽ ടു നോയ്സ് റേഷ്യോയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് x0 of t എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് എഫ് എച്ച് ഓഫ് എഫ് ഇൻറ്റു ഇ റേസ് ടു j 2π ft dt മോഡാണ്. സോ മോഡ് സ്ക്വയർ എന്നിട്ട് എഴുതി. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് n square of t എന്ത് ചെയ്ത്? നമുക്കിപ്പോൾ ലാസ്റ്റ് ഡിറൈവ് ചെയ്ത ഇക്വേഷൻ n0/2 ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി mod hf of the whole square df എന്നിട്ട് എഴുതി. സോ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഔട്ട്പുട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി we need to find the transfer function h of f. നമുക്ക് ബേസിക്കലി എന്താ കാണണ്ടേ? ഇമ്പൾസ് റെസ്പോൺസ് ആയിട്ട് കാണണ്ടേ. നേരത്തെ കേസിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഡിറൈവ് ചെയ്യുന്ന we need to find the impulse response h of t of the filter that will maximize the output signal to noise ratio. Now we have to find the filter transfer function h of f that will maximize the signal to noise ratio at the output.
സോ നമ്മൾ ഇനി കാണാൻ പോകുന്നത് H(f) ആണ്, അതായത് ഫിൽട്ടർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ H(f) ആണ്, which will maximizes the signal to noise ratio or to output. സോ ഈ ഒരു ഇമ്പൾസ് റെസ്പോൺസ് അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണാൻ വേണ്ടിയിട്ട് വി നീഡ് ടു അപ്ലൈ ദ മാത്തമാറ്റിക്കൽ റിസൾട്ട് ഓഫ് ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞൊരു റിസൾട്ടിന്റെ ഇക്വേഷൻ നമുക്ക് വേണം. ആ ഒരു ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻഇക്വാലിറ്റി നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. അതായത് ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി നമ്മൾ അപ്ലൈ ചെയ്യണം. അതായത് ന്യൂമറേറ്റർ ടേമിൽ, ന്യൂമറേറ്റർ ടേം ഏതാ? ഈ ടേം, അതായത് ഈ എക്സ് ഓഫ് മോഡ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയറിന്റെ ഈ ടേമിൽ, അതായത് ഈ ഒരു ടേമിൽ, ഫസ്റ്റ് ടേമിൽ നമ്മൾ ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യും. ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യും. സോ ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി എന്താ? മോഡ് സമ്മേഷൻ മോഡ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി തീറ്റ 1 of x into theta 2 of x dx the whole square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is less than or equal to minus infinity to infinity mod of theta 1x of the whole 1x square into minus infinity to infinity mod theta 2x square dx, അതായത് whole square dx. സോ ഈ പറഞ്ഞ ഇക്വേഷൻ, അതായത് ഇതാണ് ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി. ഷ്വാർട്സ് ഇൻഇക്വാലിറ്റിന്റെ ഈ ഒരു ഫോർമുല നമ്മൾ ഈ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷന്റെ ന്യൂമറേറ്റർ ടേമിൽ അപ്ലൈ ചെയ്യുന്നു. ന്യൂമറേറ്റർ ടേം നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് മോഡ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എഫ് എച്ച് ഓഫ് എഫ് ഇ റേസ് ടു ജെ 2πft df ദ ഹോൾ സ്ക്വയർ ആണ്. സോ ആ ടേമിനെ മാത്രം നമ്മളിവിടെ മാറ്റി എഴുതി. ആ ടേമിനെ മാത്രം നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തെഴുതി. ഇവിടെ കാണാം എടുത്തെഴുതിയിട്ടുള്ളത്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി വെച്ച് അതിനെ സ്പ്ലിറ്റ് ചെയ്യും. ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷ്വാർട്സ് ഇൻഇക്വാലിറ്റിയിൽ തീറ്റ 1 of x ആയിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ്റെ അകത്ത് അതിന്റെ പ്ലേസിൽ എന്താ ഉള്ളത്? H(f) ഉണ്ട്. അതിൻ്റെ അകത്ത് തീറ്റ 2 of x എടുക്കാം, ഇവിടെ x(f) ഉണ്ട്. സോ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുമ്പോൾ എന്താ നമുക്ക് വരുന്നത്? അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ മോഡ് സ്ക്വയർ അല്ലേ, ഇ റേസ് ടു ജെ 2πft മോഡ് സ്ക്വയർ 1 ആണ്. സോ ഇവിടെ നമുക്ക് എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം? ഇറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് എഫ് ദ ഹോൾ സ്ക്വയർ ഡി എഫ് ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഈ തീറ്റ 2 of x-ന്റെ പകരം നമുക്ക് എക്സ് ഓഫ് എഫ് ഇ റേസ് ടു ജെ 2πft ഉണ്ട്. സോ അതിനെ മോഡ് സ്ക്വയർ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് എഫ് ദ ഹോൾ സ്ക്വയർ ഡി എഫ് എന്നിട്ട് മാറ്റി എഴുതാം. ഒന്നുമില്ല, ഈ ഒരു ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഔട്ട്പുട്ടിന്റെ ന്യൂമറേറ്റർ ടേമിൽ നമ്മൾ അപ്ലൈ ചെയ്യും. സോ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഔട്ട്പുട്ട് എന്തായിട്ട് നമുക്ക് കിട്ടാം? ഈ ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഇക്വേഷൻ ആണ് നമുക്ക് ഈ പറഞ്ഞ ഇതിന്റെ വാല്യൂ. സോ അതിനെ നമ്മൾ ഈ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യും. അതായത് ഇതായിരുന്നു നമ്മുടെ ന്യൂമറേറ്റർ ടേം. ന്യൂമറേറ്റർ ടേം എന്തായി മാറി? ന്യൂമറേറ്റർ ടേം ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന ഇക്വേഷൻ ആയിട്ട് മാറി. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോയിൽ ഈ ന്യൂമറേറ്റർ ടേമിന്റെ ഇക്വേഷൻ, അതായത് ന്യൂമറേറ്റർ ടേമിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഡിനോമിനേറ്റർ ആസ് ഇറ്റ് ഈസ് സെയിം ആണ്, നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷനിൽ അതേ ഡിനോമിനേറ്റർ ആണ്. സോ ഇതാണ് നമ്മുടെ പുതിയ ന്യൂമറേറ്റർ, ഇതാണ് നമ്മുടെ ഡിനോമിനേറ്റർ, ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ഡിനോമിനേറ്റർ. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ അകത്തുനിന്ന് ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എച്ച് ഓഫ് എഫ് ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ മോഡ് സ്ക്വയറിന്റെ വാല്യൂ സെയിം അല്ലേ? സോ അത് രണ്ടും ക്യാൻസൽ ആയി പോകും. ബേസിക് ക്യാൻസലേഷൻ ആണ്. സോ ബാക്കി വരുന്ന സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഔട്ട്പുട്ട് എന്താ? ഇറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/n0. അതായത് ഈ n0/2 2 മേലേക്ക് പോകും. 2/n0 ലെഫ്റ്റ് ഓവർ ആയിട്ട് വരുന്നത് ഈ ന്യൂമറേറ്ററിലുള്ള മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എഫ് ദ ഹോൾ സ്ക്വയർ ഡി എഫ് മാത്രം ലെഫ്റ്റ് ഓവർ ആയിട്ട് വരുന്നത്. സോ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എപ്പോഴാണ് മാക്സിമം? സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഔട്ട്പുട്ട് ഇസ് മാക്സിമം അറ്റ് ഈക്വൽ ടു 2/n0. 2/n0 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എഫ് ദ ഹോൾ സ്ക്വയർ ഡി എഫ്. ഇത് എപ്പോഴാണ് പോസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് പോസിബിൾ വെൻ എച്ച് ഓഫ് എഫ് അസ്യൂം ഒപ്റ്റിമം വാല്യൂ. ഇത് പോസിബിൾ ആവുന്നത് എപ്പോഴാണ്? അതായത് ഈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ മാക്സിമം ഇക്വേഷൻ ആണ് ഇത്. ഈ ഇക്വേഷൻ പോസിബിൾ ആവണമെങ്കിൽ ഈ എച്ച് ഓഫ് എഫ് വാല്യൂ അല്ലെങ്കിൽ ഈ ഇമ്പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വാല്യൂ എച്ച് ഓഫ് എഫ് അസ്യൂം ഒപ്റ്റിമം വാല്യൂ. എച്ച് ഓഫ് എഫിന് ഈ ഒപ്റ്റിമം വാല്യൂ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഈ ഇക്വേഷൻ മാക്സിമൈസ് ആവുള്ളൂ, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ മാക്സിമം ആവുള്ളൂ. ദാറ്റ് ഈസ് എച്ച് ഓഫ് എഫ് ഫിസിക്കൽ ടു x conjugate of f e raised to minus j 2πft dt. h of f ന്റെ വാല്യൂ ഇതായിരിക്കണം. h of f ന്റെ വാല്യൂ ഇതായിരിക്കണം. നമ്മൾ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് എന്താ? we need to find the filter transfer function h of f that will maximize the signal to noise ratio output. So ഇവിടെ ഈ ഒരു കേസിൽ നമ്മൾ h of f ന് ഈ ഒപ്റ്റിമം വാല്യൂ
ആണെങ്കിലാണ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ മാക്സിമം എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഈ എക്സ് കോൺജുഗേറ്റ് ഓഫ് എഫ് എന്താ? എക്സ് കോൺജുഗേറ്റ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് എക്സ് ഓഫ് എഫ് ആണ്. സോ എക്സ് കോൺജുഗേറ്റ് ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓഫ് മൈനസ് എഫിനോട് ഈക്വൽ ആണ്. എക്സ് ഓഫ് മൈനസ് എഫിനോട് ഈക്വൽ ആണ്. സോ ഇവിടെ നമുക്ക് ഈ എച്ച് ഓഫ് എഫിനെ എടുക്കാം. ഈ എക്സ് കോൺജുഗേറ്റിന്റെ വാല്യൂ നമുക്ക് എന്തായിട്ട് എഴുതാം? എക്സ് കോൺജുഗേറ്റ് ഓഫ് എഫ് എന്നുള്ള എടുക്കാം. എക്സ് ഓഫ് മൈനസ് എഫ് എന്ന് മാറ്റി എഴുതിക്കൂടെ? കാരണം എക്സ് കോൺജുഗേറ്റ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് എഫ് ആണ്. സോ അത് നമ്മളവിടെ മാറ്റി എഴുതുന്നതാണ്. And e raised to minus j2 pi ft represent a time shift of t seconds ആണ്. e raised to minus j2 pi ft എന്ന് പറഞ്ഞാൽ it represent a time shift of t seconds ആണ്. സോ ഇവിടെ ഉള്ളത് h of f ആണ്. സോ we need to find the impulse response h of t ആണ്. സോ ഇവിടെ ഉള്ളത് എന്താ? x of f ഉണ്ട്, h of f ഉണ്ട്, അതേപോലെ തന്നെ x of minus f ഉണ്ട്, e raised to minus j2 pi ft ഉണ്ട്. ഇതാണ് നമ്മൾ ഈ ഇക്വേഷൻ്റെ അകത്ത് ഉള്ളത്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യും? അതിന് നമ്മൾ ഈ ഇമ്പൾസ് റെസ്പോൺസിന്റെ ഫോർമുലയിൽ എഴുതുകയാണെങ്കിൽ എച്ച് ഓഫ് എഫിന്റെ പകരം ഇവിടെ എച്ച് ഓഫ് ടി വന്നു. അതേപോലെ തന്നെ എക്സ് ഓഫ് മൈനസ് എഫ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ടു പൈ എഫ് ടിന് പകരം എക്സ് ഓഫ് ടി മൈനസ് ടി എന്ന് പറഞ്ഞു. കാരണം ഇ റേസ് ടു മൈനസ് ജെ ടു പൈ എഫ് ടി എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെന്റ് എ ടൈം ഷിഫ്റ്റ് ഓഫ് ടി സെക്കൻഡ്സ് ആണ്. സോ ഇവിടെ ബേസിക്കലി ഒരു ടൈം ഷിഫ്റ്റ് കാണാം. ടി മൈനസ് ടി എന്നൊരു ടൈം ഷിഫ്റ്റ് കാണാം. സോ നമുക്ക് ഈ ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് ഡിറൈവ് ചെയ്തെടുക്കാം. ദാറ്റ് ഈസ് ഹെൻസ് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എൻ ഒപ്റ്റിമം ഫിൽട്ടർ. ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എൻ ഒപ്റ്റിമം ഫിൽട്ടർ ഈസ് എ ടൈം റിവേഴ്സ്ഡ് ആൻഡ് ഡിലേഡ് വേർഷൻ ഓഫ് ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് ടി. അല്ലേ? ഇവിടെ കാണാം ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടൈം റിവേഴ്സ്ഡ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ഡിലേഡ് വേർഷൻ ഓഫ് ഇൻപുട്ട് സിഗ്നൽ ആണ്. ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എച്ച് ഓഫ് ടി ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിന്റെ ഒരു ടൈം റിവേഴ്സ്ഡ് ആണ് ആൻഡ് ടൈം ഡിലേഡ് വേർഷനും കൂടിയാണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ഒപ്റ്റിമം ഫിൽട്ടർ ഈസ് എ ടൈം റിവേഴ്സ്ഡ് ആൻഡ് ഡിലേഡ് വേർഷൻ ഓഫ് ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് ടി ആൻഡ് വി സേ ദാറ്റ് ദ ഫിൽട്ടർ ഈസ് മാച്ച് ടു ദ ഇൻപുട്ട് സിഗ്നൽ. ഈ എച്ച് ഓഫ് ടിന്റെ ഫംഗ്ഷൻ ഇതാകുമ്പോൾ നമ്മൾ പറയും ഈ ഫിൽട്ടർ, അതായത് ലീനിയർ ഫിൽട്ടർ ഇൻപുട്ട് സിഗ്നലോട് മാച്ച്ഡ് ആണെന്ന് പറയും. അതായത് മാക്സിമം സിഗ്നൽ ടു നോയ്സ് റേഷ്യോ നമുക്ക് ഔട്ട്പുട്ടിൽ അച്ചീവ് ചെയ്യാന്ന് പറയും. സോ ബേസിക്കലി നമ്മളിവിടെ ഈ ഒരു മാച്ച്ഡ് ഫിൽട്ടറിൽ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് എന്തിനാ? ലീനിയർ ഫിൽട്ടർ നമ്മൾ മാച്ച് ആക്കുന്ന സമയത്ത് നമുക്ക് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എടുത്ത ഔട്ട്പുട്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാക്സിമൈസ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ അകത്തുള്ള എപ്പോഴാണ് മാക്സിമൈസ് ആകുന്നത്? ഇതിന്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓഫ് ടി മൈനസ് ടി, അതായത് ക്യാപിറ്റൽ ടി മൈനസ് ടി, അതായത് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ ഒപ്റ്റിമം ഫിൽട്ടർ ടൈം റിവേഴ്സ്ഡ് ആൻഡ് ഡിലേഡ് വേർഷൻ ഓഫ് ഇൻപുട്ട് സിഗ്നൽ ആവുന്ന സമയത്ത് നമ്മൾ പറയും ഈ ലീനിയർ ഫിൽട്ടർ ഈസ് മാച്ച്ഡ് ടു ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നലായിട്ട് ഈ ലീനിയർ ഫിൽട്ടർ മാച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് വി വിൽ ഗെറ്റ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, മാക്സിമം സിഗ്നൽ ടു നോയ്സ് റേഷ്യോ അറ്റ് ദ ഔട്ട്പുട്ട്. സോ ഇതാണ് ഈ പറഞ്ഞ മാച്ച്ഡ് ഫിൽട്ടർ. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്പെക്ട്രം ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ for matched filter. സ്പെക്ട്രം ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുമ്പോൾ എന്താ? x0 ഓഫ് f ആണ് അല്ലേ? സ്പെക്ട്രം ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ ഓഫ് എ മാച്ച്ഡ് ഫിൽട്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് ഇൻപുട്ട് സിഗ്നൽ. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് ഇൻപുട്ട് സിഗ്നൽ എക്സെപ്റ്റ് ഫോർ എ ടൈം ഡിലേ ഫാക്ടർ. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. സോ x0 ഓഫ് f എന്തായിട്ട് നമുക്ക് എഴുതാം? x0 ഓഫ് f എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ബേസിക്കലി അറിയാം, x ഓഫ് f ഇൻറ്റു h ഓഫ് f ആണ് അല്ലേ? x0 ഓഫ് t എന്ന് പറയുന്നത് x ഓഫ് t ഇൻറ്റു h ഓഫ് t ആണെങ്കിൽ x0 ഓഫ് f എന്ന് പറയുമ്പോൾ x ഓഫ് f ഇൻറ്റു h ഓഫ് f ആണ്. സോ x0 ഓഫ് f എന്ന് പറഞ്ഞാൽ x ഓഫ് f ഇൻറ്റു h ഓഫ് f ആണ്. സോ ഈ h ഓഫ് f ന്റെ വാല്യൂ നമുക്ക് എന്തായിട്ട് എഴുതാം? നമ്മൾ മുന്നേ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. h ഓഫ് f ന്റെ വാല്യൂ x കോൺജുഗേറ്റ് ഓഫ് f e റേസ് ടു മൈനസ് j2 pi ft എന്നൊക്കെ നമുക്ക് എഴുതാം. സോ അതിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് എക്സ് ഓഫ് എഫും ഇൻറ്റു എക്സ് കോൺജുഗേറ്റ് ഓഫ് എഫ് എന്താ വാല്യൂ? അത് മോഡ് ഓഫ് എക്സ് ഓഫ് എഫ് സ്ക്വയർ ആണ്. എക്സ് ഓഫ് എഫ് മോഡ് സ്ക്വയർ ആണ് ഈ പറഞ്ഞ എക്സ് ഓഫ് എഫ് ഇൻറ്റു എക്സ് കോൺജുഗേറ്റ് ഓഫ് എഫിന്റെ വാല്യൂ. ബാക്കി വരുന്ന ടേം ഇ റേസ് ടു മൈനസ് j2 pi ft ആണ്. സോ ഈ x0 ഓഫ് എഫ്, അതായത് സ്പെക്ട്രം ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ ഓഫ് എ മാച്ച്ഡ് ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ it is proportional to energy spectral density of input signal. അതാണ് എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഈ x of f the whole square. x of f
mod square ആണ് ഈ പറഞ്ഞ എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് ഇൻപുട്ട് സിഗ്നൽ എക്സെപ്റ്റ് ഫോർ എ ടൈം ഡിലേ ഫാക്ടർ, അതായത് എക്സെപ്റ്റ് ഫോർ എ ടൈം ഡിലേ ഫാക്ടർ ദാറ്റ് ഈസ് e−j2πft ഉണ്ട് കൂടിയുണ്ട്. സോ എക്സെപ്റ്റ് ഫോർ എ ടൈം ഡിലേ ഫാക്ടർ അതിന്റെ ഒരു ഈ x0 of f എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്രപ്പോർഷണൽ ടു എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് ഇൻപുട്ട് സിഗ്നൽ. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്താ? Second property states that output signals of a matched filter, output signal എന്താ basically തന്നെ x0 of f ഞാൻ output signal is proportional to output signal ആണ്, that is x0 of t ആണ് output signal. So, output signal of a matched filter is proportional to shifted version of autocorrelation function of the input signal. Input signalന്റെ shifted version of autocorrelation functionനോട് equal ആണ്, proportional ആണ് ഈ x0 of t എന്നാണ് നെക്സ്റ്റ് പ്രോപ്പർട്ടി ടു വിച്ച് ദ ഫിൽട്ടർ ഈസ് മാച്ച്ഡ്. അതായത് നമുക്കിപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടിന്ന് നമുക്ക് ഡിറൈവ് ചെയ്ത ഫോർമുല എന്താ? x0 of f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് x of f the whole square into e−j2πft ആണ് ഫസ്റ്റ് ഫോർമുലയിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തത്, അല്ലെ ഫസ്റ്റ് പ്രോപ്പർട്ടിന്ന് ഡിറൈവ് ചെയ്തത്. സോ ഈ പറഞ്ഞ ഈ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുന്നതാണ്. ടേക്കിംഗ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം x0 of t എന്ന് പറഞ്ഞാൽ എന്താ? x0 of t എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ rx of, അതായത് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് t, rx of t minus t എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം അല്ലേ? where rx of t is the auto correlation function of input x of t for a lag tau അല്ലെങ്കിൽ lag t, because the auto correlation function and pst form Fourier pair at t equal to t r അല്ലെങ്കിൽ x0 of t എന്ന് പറയുന്നത് t equal to t എന്ന സമയത്ത് x0 of t എന്തായി മാറും? അല്ലെങ്കിൽ ഇവിടെ t equal to t ആകുന്ന സമയത്ത് rx0 വരും. ഈ rx0 എന്താ? ബേസിക്കലി ഇറ്റ്സ് എനർജി സിഗ്നൽ ആണ്. ബേസിക്കലി ഇറ്റ് ഇസ് എ എനർജി സിഗ്നൽ. സോ ദ ഔട്ട്പുട്ട് സിഗ്നൽ ഓഫ് എ മാച്ച്ഡ് ഫിൽട്ടർ ഈസ് പ്രപ്പോർഷണൽ ടു, ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ കാണാം x0 of t ആണ് ഔട്ട്പുട്ട് സിഗ്നൽ. ഇറ്റ് ഇസ് മാച്ച്ഡ് ടു, output signal is matched to autocorrelation function of input signal. Time shifted version of autocorrelation function of input signal ആണ്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്താം? ഈ ഇക്വേഷനിലാത്തുന്ന പ്രോപ്പർട്ടി 1 ഞാൻ x0 of f അതിന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്താൽ നമുക്ക് എന്ത് ചെയ്താം? x0 of t x0 of f നമുക്ക് എന്തായിട്ട് മാറ്റി എഴുതാം? x0 of t ആയിട്ട് മാറ്റി എഴുതാം. അതേപോലെ തന്നെ ഈ മോഡ് x of f the whole square എന്ന് പറഞ്ഞാൽ എന്താ? x of f into x of f. അപ്പൊ അവിടെ എന്താ ബേസിക്കലി നടക്കുന്ന? ഓട്ടോ കോറിലേഷൻ നടക്കുന്നത്. സോ rxx of t minus t എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി. അതായത് ഈ ഇക്വേഷന്റെ, ഈ പ്രീവിയസ് ഇക്വേഷന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിൽ rx of tau അല്ലെങ്കിൽ t മൈനസ് ക്യാപിറ്റൽ ടി നമ്മൾ ടോ ആയിട്ട് എടുത്തു. സോ rx of tau എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തത് ഓഫ് ഇൻപുട്ട് സിഗ്നൽ x of t ഫോർ എ ലാഗ് tau അല്ലെങ്കിൽ t മൈനസ് capital T. So because autocorrelation function and the PST forms a Fourier pair at t equal to t, നമുക്ക് t equal to t ആണെന്ന കേസിലാണെങ്കിൽ x0 of t എന്ന് പറയുന്നത് rx of 0 ആവും, which is equal to energy signal ആണ്. സോ നമ്മൾ ഈ പ്രോപ്പർട്ടി പറയുന്നത് ഔട്ട്പുട്ട് സിഗ്നൽ x0 of t അല്ലെങ്കിൽ x0 of capital T of a matched filter is proportional to autocorrelation function. ഓട്ടോകോറിലേഷൻ ഫംഗ്ഷനോട്, അതായത് ഇൻപുട്ട് സിഗ്നൽ ഓട്ടോകോറിലേഷൻ ഫംഗ്ഷനോട് പ്രപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. ആൻഡ് തേർഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഓഫ് എ മാച്ച്ഡ് ഫിൽട്ടർ. Output signal to noise ratio of a matched filter depends only on the ratio of input signal. Depends only on the ratio of input signal. Output signal to noise ratio of a matched filter. ഒരു മാച്ച്ഡ് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൺലി ഓൺ ദ സിഗ്നൽ എനർജി ടു പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് വൈറ്റ് നോയ്സ് അറ്റ് ദ ഫിൽറ്റർ ഇൻപുട്ട്. സോ വി ഹാവ് എക്സ്പെക്ടേഷൻ ഓഫ് n സ്ക്വയർ ഓഫ് ടി. നമ്മൾ നേരത്തെ മാച്ച്ഡ് ഫിൽറ്ററിന്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഫോർമുല, ദാറ്റ് ഇസ് n0/2 മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എഫ് എച്ച് ഓഫ് എഫ് മോഡ് സ്ക്വയർ ഡി ടി എന്നുള്ള ഫോർമുല, ഡി എഫ് എന്നുള്ള ഫോർമുല. സോ ഇവിടെ എച്ച് ഓഫ് എഫിന്റെ വാല്യൂ നമുക്ക് അറിയുന്നതാണ്, അതും ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. എച്ച് ഓഫ് എഫിന്റെ വാല്യൂ എന്തായിരുന്നു? എക്സ് കോൺജുഗേറ്റ് ഓഫ് എഫ് e−j2πft എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഈ വാല്യൂ ഈ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ എക്സ്പെക്ടേഷൻ ഓഫ് n സ്ക്വയർ ഓഫ് ടി എന്തായി കിട്ടും? n0/2 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് എഫ് ദ ഹോൾ സ്ക്വയർ ഡി എഫ് എന്നിട്ട് കിട്ടി അല്ലേ? നമ്മൾ ഈ പറഞ്ഞ എച്ച് ഓഫ് എഫിന്റെ ഇക്വേഷൻ
h of f ന്റെ ഇക്വേഷൻ ഈ മോഡ് h of f the whole square ആണ്. സോ x conjugate of f ഇൻറ്റു x of f എന്തായി വരും, അല്ലെങ്കിൽ x conjugate of f അതൊരു മോഡ് വാല്യൂ ആയിട്ട് മാറും. പിന്നെ എക്സ്പെക്ടേഷൻ ഓഫ് അല്ലെങ്കിൽ ഇ റേസ് ടു മൈനസ് ജെ ടു പൈ എഫ് ടി അത് മോഡ് സ്ക്വയർ എടുക്കുന്ന സമയത്ത് 1 ആയി മാറും. സോ എക്സ്പെക്ടേഷൻ ഓഫ് എൻ സ്ക്വയർ ഓഫ് ടിന്റെ വാല്യൂ എന്തായി മാറി, ഇത് ഈ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു എനർജിയാണ്. സോ എൻ സീറോ ഇൻറ്റു ഇ ആയി മാറി, n0/2 ഇൻറ്റു ഇ ആയി മാറി. സോ മാക്സിമം സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്താ, നമുക്ക് ഇവിടെ എന്തിട്ടാം എ സ്ക്വയർ ആയി മാറി, എനർജിയാണ്. സോ ഇ സ്ക്വയർ ആയിട്ട് മാറി. ആൻഡ് ഡിനോമിനേറ്റഡ് ടേമിൽ നമുക്ക് ഈ പറഞ്ഞ പുതിയ വാല്യൂ ദാറ്റ് ഇസ് n0 ഇൻറ്റു ഇ റേസ് ടു e/2 ആയി മാറി. സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത 2e/n0. ഈ e/n0നെയാണ് നമ്മൾ എനർജി സിഗ്നൽ ടു നോയ്സ് ഡെൻസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എനർജി സിഗ്നൽ എനർജി ടു നോയ്സ് ഡെൻസിറ്റി റേഷ്യോ ആണ് ദിസ് e/n0. സിഗ്നൽ എനർജി ടു നോയ്സ് ഡെൻസിറ്റി റേഷ്യോ ആണ് ദിസ് e/n0. സോ ഇതാണ് തേർഡ് പ്രോപ്പർട്ടി. തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഓഫ് എ മാച്ച്ഡ് ഫിൽട്ടർ ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ സിഗ്നൽ എനർജി. അതായത് ഔട്ട്പുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഡിപ്പെൻഡ് ചെയ്യുന്നത് സിഗ്നൽ എനർജി ഇനെയും അതേപോലെ തന്നെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിനെയാണ്. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിനെയും കൂടിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് n0/2. സിഗ്നൽ എനർജി ഇയും അതേപോലെ തന്നെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയും അല്ലേ. ഈ ഇക്വേഷനകത്ത് നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ, e/n0/2 ആണ് ശരിക്കും കിട്ടുന്നത്. സോ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എനർജി ഇനെയും അതേപോലെ തന്നെ n0/2 ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഔട്ട്പുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഓഫ് എ മാച്ച്ഡ് ഫിൽട്ടർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ റേഷ്യോ ഓഫ് സിഗ്നൽ എനർജി ടു പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് വൈറ്റ് നോയ്സ് അറ്റ് ദ ഫിൽട്ടർ ഇൻപുട്ട്. ഇനി ഇതാണ് ലാസ്റ്റ് പ്രോപ്പർട്ടി. ഈ ലാസ്റ്റ് പ്രോപ്പർട്ടി എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്, the matched filter operation may be separated into two matching condition. Matched filter operation രണ്ട് matching condition ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് സ്പെക്ട്രൽ ഫേസ് മാച്ചിങ് ആണ്. ആൻഡ് ദാറ്റ് പ്രൊഡ്യൂസസ് എ desired output peak at a time t, and the spectral amplitude matching that gives us peak value at its optimum signal to noise ratio density ratio spectrum of x of t, and that can be expressed as null. So ഈ matched filter condition അല്ലെങ്കിൽ matched filter operation may be separated into two matching condition. ഒന്ന് spectral phase matching condition, മറ്റേത് spectral amplitude matching condition. So x of t നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ആ എക്സ് ഓഫ് ടിന്റെ സ്പെക്ട്രത്തെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, എക്സ് ഓഫ് എഫ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലേ. സോ എക്സ് ഓഫ് ടിന്റെ സ്പെക്ട്രത്തിന് നമുക്ക് എക്സ് ഓഫ് എഫ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. സോ എക്സ് ഓഫ് എഫ് ഇസിക്കൽ ടു മോഡ് എക്സ് ഓഫ് എഫ് ഇൻറ്റു ഇ റേസ് ടു ജെ തീറ്റ ഓഫ് എഫ് നമ്മൾ എക്സ്പ്രസ് ചെയ്തു. മോഡ് എക്സ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് സ്പെക്ട്രം ആണ്. മോഡ് എഫ് ഓഫ് എക്സ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് സ്പെക്ട്രം ആണ്. തീറ്റ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഫേസ് സ്പെക്ട്രം ആണ്. അപ്പൊ സ്പെക്ട്രൽ ഫേസ് മാച്ചിങ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെക്ട്രം ആംപ്ലിറ്റ്യൂഡ് മാച്ചിങ് ഉണ്ട്. അപ്പം ഈ മോഡ് എക്സ് ഓഫ് എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് സ്പെക്ട്രമും തീറ്റ ഓഫ് എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫേസ് സ്പെക്ട്രമാണ്. തീറ്റ ഓഫ് എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്പേസ് ആയിട്ടുള്ള ഫേസ് സ്പെക്ട്രമാണ്. സോ ദ ഫിൽട്ടർ ഈസ് സെറ്റ് ടു ബി സ്പെക്ട്രൽ ഫേസ് മാച്ച് ടു ദ സിഗ്നൽ എക്സ് ഓഫ് ടി. എപ്പോഴാണ് സ്പെക്ട്രൽ ഫേസ് മാച്ചിങ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ എച്ച് ഓഫ് എഫ് is equal to mod h of f e raised to minus j theta of f minus j 2 pi f t. ഈ കണ്ടീഷൻ ഉണ്ടാകുമ്പോഴാണ് ഒരു നമുക്ക് ഈ പറഞ്ഞ ഒരു സ്പെക്ട്രം അല്ലെങ്കിൽ ഒരു ഫിൽട്ടർ അല്ലെങ്കിൽ ഒരു ഫിൽട്ടർ is set to be spectral phase matched എന്ന് പറയുന്നത് to the signal inputs in x of t. And output of the such filter എന്തായിരിക്കും, x dash of t എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ സ്പെക്ട്രൽ ഫേസ് മാച്ചിങ് ഉള്ള ഫിൽട്ടറിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എഫ് എച്ച് ഓഫ് എഫ് ഇൻറ്റു എക്സ് ഓഫ് എഫ് ഇ റേസ് ടു ജെ 2 പൈ എഫ് ടി ഡി എഫ് ആണ്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ എച്ച് ഓഫ് എഫിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എന്തായി മാറി, എച്ച് ഓഫ് എഫിന്റെ വാല്യൂ എന്താ, മോഡ് എച്ച് ഓഫ് എഫ് പിന്നെ ഇവിടെയുള്ള എക്സ് ഓഫ് എഫ് ഉണ്ട് ഇൻറ്റു ഇ റേസ് ടു ജെ 2 പൈ എഫ് ടി മൈനസ് ടി ഡി എഫ് ഒബ്റ്റെയിൻ ചെയ്തു. So spectral phase matching ensures that all the spectral components of the output signal x0 dash of t, that is spectral phase matching ensure ചെയ്യുന്നത് ഈ all the spectral component of x0 dash t ഉണ്ടത്
add constructively at time t equal to t. ഇത് constructively add ചെയ്യുന്നുണ്ട് at time t equal to t, hence causing the output to attain its maximum value. Hence causing its output to attain its maximum value. That is x0 dash t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's less than or equal to x0 dash capital T at t equal to t ലാണ് പറയുന്നത്. Add constructively at t equal to t. So x0 dash t എന്ന് പറഞ്ഞാൽ it's less than or equal to x0 dash capital T, which is equal to minus infinity to infinity x of f mod x of f into h of f df ആണ്. So for the spectral amplitude, ഇതാണ് phase matching condition എന്ന് പറയുന്നത്. Spectral phase matching condition. ഇനി for amplitude matching ആണെങ്കിൽ the amplitude that is for the spectral amplitude matching, the amplitude response h of f is chosen to change the output for the best t equal to t. So amplitude matching in the condition mod h of f is equal to x of f mod x of f ആകുമ്പോഴാണ് amplitude matching ഉണ്ടാവുന്നത്. And phase matching ഉണ്ടാവുന്നത് if x0 dash അല്ലെങ്കിൽ h of f is equal to mod h of f e raised to minus j theta of f minus j 2 pi f ന്റെ കണ്ടീഷനിലാണ് ഈ പറഞ്ഞ സ്പെക്ട്രൽ ഫേസ് മാച്ചിങ് ഉണ്ടാവുന്നത്. സോ ഫോർത്ത് പ്രോപ്പർട്ടി പറയുന്നത് ഒരു മാച്ച്ഡ് ഫിൽറ്ററിന്റെ ഓപ്പറേഷൻ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് സ്പെക്ട്രൽ ഫേസ് മാച്ചിങ് കണ്ടീഷനും that produce the desired output ആണ് at peak time t, and നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെക്ട്രൽ ആംപ്ലിറ്റ്യൂഡ് മാച്ചിങ് കണ്ടീഷൻ ആണ്. ഇത് തരുന്നത് മാക്സിമം ഇത് തരുന്നത് പീക്ക് വാല്യൂയിലെ മാക്സിമം വാല്യൂ ഇൻ ഇറ്റ്സ് ഒപ്റ്റിമം സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആണ്. അത് നമുക്കിപ്പോൾ ഈ എക്സ് ഓഫ് ടീന്റെ സ്പെക്ട്രത്തിന് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുള്ള നെക്സ്റ്റ് ഇക്വേഷൻ, എക്സ് ഓഫ് ടീന്റെ സ്പെക്ട്രത്തിന് നമുക്ക് എക്സ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് ഓഫ് എഫ് ഇ റേസ് ടു ജെ തീറ്റ ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതിൽ മോഡ് എക്സ് ഓഫ് എഫ് ആണ് ആംപ്ലിറ്റ്യൂഡ് സ്പെക്ട്രം, theta of f ആണ് phase spectrum. So a filter is said to be spectral phase matched if the condition h of f എന്നുള്ള കണ്ടീഷൻ എഴുതുക. That is h of f is equal to mod h of f e raised to minus j theta of f minus j 2 pi f t എന്നുള്ളതാണ് അതിന്റെ ഇക്വേഷൻ. നമ്മൾ ഈ പറഞ്ഞ അതിന്റെ ഇതാണ് ഒരു ഫേസ് മാച്ചിങ് കണ്ടീഷൻ. ഇങ്ങനെ ഫേസ് മാച്ചിങ് കണ്ടീഷൻ ആണെങ്കിൽ ആ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് ഇക്വേഷൻ. ദാറ്റ് ഈസ് x0 dash t ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എഴുതുക, അതിൻ്റെ അകത്ത് ഈ എച്ച് ഓഫ് എഫിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഈ പറഞ്ഞ ഫേസ് മാച്ചിങ് കണ്ടീഷൻ അതായത് സ്പെക്ട്രൽ ഫേസ് മാച്ചിങ് കണ്ടീഷൻ എൻഷുർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്പെക്ട്രൽ കോമ്പോണന്റ് ഓഫ് ഔട്ട്പുട്ട് x0 dash t എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുന്നത് കൺസ്ട്രക്റ്റീവ്ലി അറ്റ് t equal to t ആണ്. സോ ഔട്ട്പുട്ട് വിൽ അറ്റൈൻസ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് x0 dash t എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x0 dash ഓഫ് capital T ആണ്, which is equal to minus infinity to infinity at t equal at minus infinity to infinity mod x of f h of f df. ഇവിടെ ഈ ഇക്വേഷനിൽ t equal to t ന്റെ കേസിലാകുമ്പോൾ e raised to j 2 pi f of 0 വരും. അപ്പം e raised to 0 എന്താണ് 1 ആണ്. സോ ബാക്കി വരുന്നത് ഈ ഒരു ടേം മാത്രമാണ്. അതാണ് ഈ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്. t equal to t ലെ ഇക്വേഷനിൽ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്. സോ ഇത് സ്പേസ് മാച്ചിങ് കണ്ടീഷനാണ്. ആംപ്ലിറ്റ്യൂഡ് മാച്ചിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെക്ട്രൽ ആംപ്ലിറ്റ്യൂഡ് മാച്ചിങ്ങിൽ കണ്ടീഷനിൽ ദ ആംപ്ലിറ്റ്യൂഡ് റെസ്പോൺസ് mod h of f is chosen to shape the output for at best t equal to t ലാണ്. സോ ആംപ്ലിറ്റ്യൂഡ് മാച്ചിങ് കണ്ടീഷൻ എന്ന് പറയുന്നത് mod h of f is equal to mod x of f. സോ ബേസിക്കലി ഈ ഫോർത്ത് പ്രോപ്പർട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കണ്ടീഷൻസ് നിങ്ങൾ എഴുതേണ്ട. ഫസ്റ്റ് ഈ സ്പെക്ട്രം എങ്ങനെയാ, സ്പെക്ട്രത്തിന്റെ ഇക്വേഷൻ എഴുതുക, അതേപോലെ തന്നെ ഫേസ് മാച്ചിങ് കണ്ടീഷൻ എഴുതുക. ഈ ഫേസ് മാച്ചിങ് കണ്ടീഷൻ ആയ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണെന്ന് പറയാം. എന്നിട്ട് അതിൽ ഈ പറഞ്ഞ ഈ സ്പെക്ട്രൽ ഫേസ് മാച്ചിങ് ഉണ്ടെങ്കിൽ ഈ x0 dash t എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ്ലി ആഡ് ചെയ്യുമെന്ന് പറയാം t equal to t യിൽ. സോ ആ t equal to t ന്റെ ഇക്വേഷൻ ഈ പറഞ്ഞ t equal to t എന്ന് പറഞ്ഞ വാല്യൂ ഈ പറഞ്ഞ ഈ ഔട്ട്പുട്ട് x0 dash t യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നതൊക്കെ എഴുതാം. പിന്നെ എഴുതേണ്ട കണ്ടീഷൻ ആംപ്ലിറ്റ്യൂഡ് മാച്ചിങ് ആണ്. ആംപ്ലിറ്റ്യൂഡ് മാച്ചിങ് എന്ന് പറഞ്ഞാൽ mod h of f is equal to x of f. ഇത്രയാണ് മാച്ച്ഡ് ഫിൽറ്ററും അതിന്റെ പ്രോപ്പർട്ടീസും. മാച്ച്ഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇംപ്രൂവ് ചെയ്യാനാണ്, മാക്സിമൈസ് ചെയ്യുന്നതാണ് മാച്ച്ഡ് ഫിൽറ്റർ. അതായത് മാച്ച്ഡ് ഫിൽറ്റർ ഈസ് എ ലീനിയർ ഫിൽറ്റർ. ഒരു മാച്ച്ഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ലീനിയർ ഫിൽറ്റർ ആണ്. ഈ കാണിച്ചിരിക്കുന്ന ലീനിയർ ഫിൽറ്റർ ആണ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ ഒരു ലീനിയർ ഫിൽറ്റർ ആണ് മാച്ച്ഡ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഡിസൈൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാക്സിമം സിഗ്നൽ ടു നോയ്സ് റേഷ്യോ അറ്റ് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ മാക്സിമം സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കിട്ടണമെങ്കിൽ അതിന് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്
അങ്ങനെ മാക്സിമം സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കിട്ടണമെങ്കിൽ നമ്മളിപ്പം ഡിസൈൻ ചെയ്ത് വെച്ച ഇമ്പൾസ് റെസ്പോൺസ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് വെച്ച ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസ് ഷുഡ് ബി എ ടൈം റിവേഴ്സ്ഡ് അതേ ആൻഡ് ഡിലേഡ് വേർഷൻ ഓഫ് ഇൻപുട്ട് സിഗ്നൽ. ഈ ടൈം റിവേഴ്സ്ഡും അതേപോലെ ഡിലേഡ് വേർഷൻ ഓഫ് ഇൻപുട്ട് സിഗ്നലും ആണ് ഈ പറഞ്ഞ ലീനിയർ ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസ് എങ്കിൽ നമുക്ക് പറയാം ആ ലീനിയർ ഫിൽറ്റർ ഇസ് മാച്ച്ഡ് ടു ദ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയാം. അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് മാക്സിമം സിഗ്നൽ ടു നോയ്സ് റേഷ്യോ അറ്റ് ഔട്ട്പുട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് മാച്ച്ഡ് ഫിൽറ്റർ.